നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു മേഖല അല്ലെങ്കിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലം ഹ്യൂമൻ മൈൻഡാണ്. എനിക്ക് മെന്റലിസം പഠിച്ചതിൽ ഭയങ്കര ഒരു ദ്രോഹമായിട്ട് എന്നോട് തന്നെ തോന്നിയത് ഈ ഒരു കാര്യമാണെന്ന് തോന്നുന്നു. നോണ പറയുന്നത് ഇഷ്ടമില്ല, എന്നോട് നോണ പറയുന്നത് എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്നോട് ആരും നോണ പറയുന്നത് എനിക്കിഷ്ടമില്ല. സയന്റിഫിക് ടെമ്പർ ഭയങ്കരമായിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം എന്നിലെ ശാസ്ത്രബോധത്തിനെ ഞാൻ തന്നെ ഇടയ്ക്ക് ചോദ്യം ചെയ്യും, എന്നിട്ട് ഞാനതിനെ സ്പിരിച്വലായിട്ട് ഉത്തരം കണ്ടെത്തും. ഒറ്റ വാക്കിൽ പറയാം, ഒരു വാക്ക് ഞാൻ പറയും, അത് അനന്തുവിന്റെ മനസ്സിൽ എന്താണോ ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ. ഒറ്റ വാക്കിൽ പറയാൻ പറ്റാത്താണെങ്കിൽ രണ്ടോ മൂന്നോ വാക്ക് ഉപയോഗിക്കാം, അത് കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ ഏത് ഇന്റർവ്യൂവിൽ ആര് ചോദിക്കുമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പോ ഞാൻ ഇറക്കിയ സാധനമാണ്, ഇതിലില്ല, ഞാൻ ഉണ്ടാക്കിയ ചെല്ല പെട്ടെന്ന് വന്നതാ. നമുക്ക് ഈസി ആയിട്ട് പറ്റുന്നത് അച്ചീവ് ചെയ്യുന്നതിനെക്കാട്ടിലും നമുക്ക് പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ ഉണ്ടല്ലോ, അപ്പം അതെനിക്ക് എൻജോയ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും നമ്മുടെ സെക്കൻഡ് തോട്ട്സ് എന്ന പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളാണ്. മനുഷ്യ മനസ്സിൻ്റെ പോസിബിലിറ്റീസിനെ കുറിച്ചിട്ടും സൈക്കോളജിനെ കുറിച്ചിട്ടും എന്തിനു പറയുന്നു, നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളെ മറ്റൊരു പേഴ്സ്പെക്റ്റീവിലൂടെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരാൾ. മെന്റലിസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പലവർക്കും ഈ ഒരു വ്യക്തിയുടെ മുഖമായിരിക്കും ഓർമ്മ വരുന്നുണ്ടായിരിക്കുക. അതെ, ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് മെന്റലിസ്റ്റ് അനന്തു ആണ്. എനിക്ക് ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ ഈ ഒരു ഗസ്റ്റിനെ വെൽക്കം ചെയ്യുന്നത്. വെൽക്കം അനന്തു. Some people amaze us with what they do. Others inspire us to rethink what the human mind is capable of. Mentalist Ananthu has built a unique journey through the art of mentalism, combining psychology, observation, communication, and performance to create experiences that challenge perception and spark curiosity. More than an entertainer, he invites us to look beyond the obvious and discover the extraordinary power of the human mind. എനിക്കുണ്ടല്ലോ എന്നും ഇല്ലാത്തൊരു ടെൻഷനായിരുന്നു ഇന്ന്. മൊത്തത്തിൽ എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് മൊത്തത്തിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാക്കും മെയിനായിട്ട് എൻ്റെ ഉള്ളിലത്തെ വല്ല സീക്രറ്റ്സ് ഒക്കെ മനസ്സിലാവും കാര്യങ്ങളായിരുന്നു മൊത്തത്തിൽ ടെൻഷൻ. സത്യത്തിൽ എന്താണ് ഈ മെന്റലിസം? കുറേ പേർക്ക് എന്നെ പോലെ ഡൗട്ടാണ്, കറക്റ്റായിട്ട് എന്താണ് ഈ മെന്റലിസം എന്നുള്ളത്. മെന്റലിസം ഒരു ആർട്ട് ഫോമാണ്. അതിൻ്റെ അകത്ത് കുറേ ഇപ്പോൾ ബോഡി ലാംഗ്വേജിൽ കുറേ മാനറിസംസ് ഒക്കെ ഇങ്ങനെ അറിയാതെ വന്നു പോകുന്നില്ലേ, അപ്പോൾ അതെല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യും. പിന്നെ മാജിക് ഉണ്ട്. തിയേറ്ററിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറേ ഒരു തിയേറ്ററിക്കൽ കുറേ എലമെന്റ്സ് വരും. അങ്ങനെ ഒരു കലയാണ്. അതായിരിക്കും ഒരു പെർഫെക്റ്റ് ആൻസർ. അതിൻ്റെ കുറേ പേർക്ക് കുറേ തെറ്റിദ്ധാരണ ഉണ്ട്. മെന്റലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മളെ അങ്ങോട്ട് അടിമുടി മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ മെന്റലിസ്റ്റ് എന്ന് പറയുമ്പോഴേ ഇപ്പം സംസാരിക്കാൻ പേടിയായിരിക്കും, അങ്ങനെയൊക്കെയാ. എന്താണ് ആൾക്കാർ കൂടുതലുള്ള തെറ്റിദ്ധാരണ, എന്താണ് ഈ ഒരു മെന്റലിസത്തിനെ കുറിച്ചിട്ട്? അത് ഈ ആർട്ട് ആക്ച്വലി ഇത്ര പോപ്പുലർ ആവുന്നത് ഈ ഇടയ്ക്കല്ലേ, ഒരു 5-6 വർഷത്തിന്റെ ഇടയിലായിരിക്കും ഇത്ര പോപ്പുലർ ആവുന്നത്. അപ്പൊ അതിനു മുമ്പ് വരെ മെന്റലിസം എന്ന് പറയുന്നത് എന്തോ ഒരു സിക്സ്ത് സെൻസ് പരിപാടിയാണ്, മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഹാക്ക് ചെയ്തെടുക്കുന്ന പരിപാടിയാണ്, ചാത്തസേതയാണെന്നൊക്കെ ആൾക്കാർ വിചാരിച്ചിരുന്നു. അപ്പം ആ ഒരു പേടി കൊണ്ടായിരിക്കാം. കാര്യം മറ്റുള്ളവരുടെ കണ്ണിൽ ഇത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതായത് ഇതിനെക്കുറിച്ച് ഇതൊരു ആർട്ടാണെന്ന് അറിയാത്ത ആൾക്കാർക്ക് ഇതൊരു അമാനുഷികമായിട്ടുള്ള എന്തോ ആണെന്ന് തോന്നിയേക്കാം. ചിലപ്പോൾ ആ തോന്നലുകൊണ്ടായിരിക്കും ആ പേടി വരുന്നത്. അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ലത്തില്ല. പിന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു പരിധി വരെയൊക്കെ അത്രയും നമ്മൾ ഇതിൽ ഇൻഡസ്ട്രിയിൽ അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ലൈക്ക് കുറേ കാര്യങ്ങളുടെ ഒരു ഗവേഷണമാണിത്. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് ഒരു പരിധി വരെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് സിക്സ്ത് സെൻസും പരിപാടിയൊന്നും അല്ല, ബേസിക് ഒബ്സർവേഷനാണ്. കുറേ കാര്യങ്ങൾ ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു മണിച്ചിത്രത്താഴ് മൂവിയാണ് ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ലാലേട്ടനൊക്കെ കണ്ടിട്ടുള്ളതാണ് ഈ ഒരു മെന്റലിസത്തിലോട്ട് വരാൻ എന്നുള്ളത്. അതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നോ ഈ മെന്റലിസം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്? ഷെർലക് ഹോംസിന്റെ സീരീസ് ഒക്കെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യായിരുന്നു. പിന്നെ മാജിക് പഠിച്ച സമയത്ത് ഞാൻ 2009 മാജിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അന്നേരം പിന്നെ അത് പഠിച്ച് ഇങ്ങനെ അതിൽ നിന്നൊരു ഇങ്ങനെ ഒരു ഐഡിയ കിട്ടി, ഇങ്ങനെ ഒരു ആർട്ട് ഫോം ഉണ്ട് എന്നുള്ളൊരു ഐഡിയ കിട്ടി. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു മേഖല അല്ലെങ്കിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലം ഹ്യൂമൻ മൈൻഡാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെന്നുള്ളൊരു ക്യൂരിയോസിറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെ എത്തിയാണ്. അതെ, ഹ്യൂമൻ മൈൻഡ് നമ്മൾ പൊതുവേ പറയാം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അനന്തുവിൻ്റെ പല വീഡിയോസ് കാണുമ്പോൾ ശരിക്കും നമ്മളിങ്ങനെ ഞെട്ടിപ്പോകും, ഇതൊക്കെ എങ്ങനെ പറ്റുന്നത്, ഇതെങ്ങനെ പറ്റണേന്ന് നമുക്ക് തോന്നും. ശരിക്കും ഇതെല്ലാം ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി കുറേ മെൻ്റലിസ്റ്റ് പഠിച്ചവരെ കാണുന്നുണ്ട്, പെർഫോം ചെയ്യുന്നവരെ കാണുന്നുണ്ട്. പക്ഷെ ഇതെല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണോ ഈ മെൻ്റലിസം? അത് ഞാൻ പറഞ്ഞ കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറേ ഉണ്ടായി. അതുകൊണ്ടാണത് എല്ലാവർക്കും പഠിക്കാൻ പറ്റും, അതിലൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല. എല്ലാവർക്കും പഠിക്കാം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു
മനുഷ്യനെ എത്തിപ്പിടിക്കാൻ പറ്റാത്തതൊന്നുമല്ല. പഠിക്കാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും പഠിക്കാൻ പറ്റും, അതിനൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെ അകത്തൊരു സിൻസിയർ ആയിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ ഉണ്ടാവണം, ഒരു തീവ്രമായ ഒരു അർപ്പണം ഉണ്ടാവണം. അതിനൊരു വെറുതെ ഒരു കച്ചവടമാക്കാതെ അവിടെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അത്രയും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. വെറുതെ 1-2 കാര്യങ്ങൾ പഠിച്ച് ഇതാണ് മെന്റലിസം എന്നുള്ളൊരു അതല്ല. ഇതിന് കുറേ കാര്യങ്ങളുണ്ട്. ഒരു കടൽ പോലെ കിടക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അത് സീരിയസ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് പഠിക്കാനുണ്ട്. ഡീപ്പ് സ്റ്റഡി ആവശ്യമാണ്. ഇപ്പോൾ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടാവില്ലേ? കാരണം ഫസ്റ്റ് ഈ മെന്റലിസത്തിലോട്ട് ഇറങ്ങുന്ന ഞാൻ ഫസ്റ്റ് കണ്ട അനന്തും ഇപ്പോൾ കാണുന്ന അനന്തും ഒരുപാട് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഗ്രോത്താണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. ആ ഒരു ജേർണി എന്ന് പറയുന്നത് ഒരുപാട് അതിൻ്റെ ഉള്ളിലൊരു കഷ്ടപ്പാടുണ്ടാവും, ആരും കാണാത്ത. എന്തായിരുന്നു ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് ഫേസ് ചെയ്ത ഒരു കാര്യം ഇതിൻ്റെ ഈ ഒരു ജേർണിയിൽ? ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന ഷോ ഡിസൈൻ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. കാര്യം ഈ സീക്രട്ട് ലെറ്റർ എന്ന ഷോ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു വലിയ സ്കെയിലിലെ മെന്റലിസം ഷോ ഇല്ല. കാര്യം ഒരു വലിയ പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ട് നമുക്കിതിപ്പം കേരളത്തിൻ്റെ അകത്ത് ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇതുപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് ചെന്ന് ചെയ്യാൻ പറ്റുന്ന അത്ര രീതിയിലുള്ള ഒരു വലിയ പ്രോപ്പർട്ടീസ് ഉണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ഷോയുടെ. അപ്പം ഇങ്ങനെ ഒരു വലിയ സ്കെയിലൊരു ഷോ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. അപ്പോൾ അത് എനിക്ക് ആ റിസ്ക് എടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം നമുക്ക് ഈസി ആയിട്ട് പറ്റുന്നത് അച്ചീവ് ചെയ്യുന്നതിനെക്കാട്ടിലും നമുക്ക് പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഹൈ ഉണ്ടല്ലോ. അപ്പം അതെനിക്ക് എൻജോയ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ അഡിക്ഷൻ ആ ഹൈയിലാണ്. റിസ്ക് എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു അഡ്രിനൽ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്തു ചാടി വലിയൊരു ഷോ സെറ്റ് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം, ഡിസൈൻ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ സീക്രട്ട് ലെറ്ററിലേക്ക് എത്തി. അപ്പോൾ അതായിരുന്നു ഒരു വലിയൊരു ചലഞ്ചിങ് ഫാക്ടർ ആയിരുന്നു റീസെൻ്റ്ലി ഓർമ്മയിലുള്ളത്. സീക്രട്ട് ലെറ്റർ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഷോയുടെ പേര് തന്നെ സീക്രട്ട് ലെറ്റർ എന്നാണ്. ഇങ്ങനൊരു ഷോ ചെയ്യാം അല്ലെങ്കിൽ ഈ സീക്രട്ട് ലെറ്ററിൻ്റെ പിന്നിലത്തെ ഒരു ഇതെന്തായിരുന്നു? ഞങ്ങൾ നോർമലായിട്ടുള്ള ഷോസ്, മെന്റലിസത്തിൻ്റെ സാധാരണയായിട്ടുള്ള ഷോസ് ആയിരുന്നു ഒരു 7 വർഷം മുമ്പ് വരെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു പോയിന്റിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമുക്കൊരു മടുപ്പ് വരുന്ന ഒരു എലമെന്റ് ഉണ്ടാവില്ലേ. അപ്പോൾ അത് ആക്ച്വലി ഭയങ്കര ഒരു കംഫർട്ട് സോൺ ആയിരുന്നു അതുവരെ ചെയ്തുകൊണ്ടിരുന്ന രീതിയിൽ. അത്യാവശ്യം കോർപ്പറേറ്റ് ലെവലിൽ ഒരുപാട് കൺട്രീസിൽ നമ്മൾ ഒരു 1 hour ഒരു 1-2 പേര് മാത്രം ആവശ്യമുള്ള ഷോസ് അസിസ്റ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഷോസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര കംഫർട്ട് സോണിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് വെച്ചിട്ട് നേരത്തെ പറഞ്ഞ ഇതടിച്ചു, കംഫർട്ട് സോൺ എനിക്ക് ഇഷ്ടമല്ല, നമുക്ക് ഇങ്ങനെ ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ശരി, കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം. അങ്ങനെ ബ്രേക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് സീക്രട്ട് ലെറ്റർ. അതും അതിൻ്റെ ഇനീഷ്യൽ ഐഡിയ ആക്ച്വലി ആൾക്കാർക്ക് എന്നും ഹൃദയത്തിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു ഷോ ആയിരിക്കണം, ഭയങ്കര ഒരു സോൾഫുൾ ഒരു ഷോ ആയിരിക്കണം, ഒരു ജേർണി ആയിരിക്കണം. അത് വെറുതെ ഒരു ഷോ കണ്ടിട്ട് പോകുന്നതല്ല, ഒരു സിനിമ കാണുന്നത് പോലെ അവർക്ക് ഒരുപാട് ഇമോഷൻസിൽ കൂടെ കടന്നു പോകാൻ പറ്റണം. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പണ്ട് മുതലേ സിനിമകൾ കാണുന്ന ആളാണ്. അപ്പം ഈ സിനിമകൾ മറ്റേ ദൃശ്യത്തിൽ ലാലേട്ടൻ്റെ അത് പറയുന്ന പോലെ സിനിമകളിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് എനിക്ക് ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ എലമെൻസിൻ്റെ ഒക്കെ ഒരു ഔട്ട്കം ആയിട്ടുണ്ടായതാണ് സീക്രട്ട് ലെറ്റർ എന്ന് പറയുന്ന ഷോ. പിന്നെ ഡീപ്പ് ഇമോഷണൽ സ്റ്റഡി ഉണ്ടായിരുന്നു. അതായത് ഹ്യൂമൻ സൈക്കോളജിയിൽ ആൾക്കാരുടെ ഇമോഷൻസ് എങ്ങനെ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കും എന്നുള്ളൊരു ഡീപ്പ് സ്റ്റഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ട് ഈ 1000-1500 പേരും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലൈഫ് സിറ്റുവേഷൻസിൽ നിന്നായിരിക്കും ഈ ഷോയ്ക്ക് വരുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ഒരൊറ്റ ജേർണിയിലോട്ട് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാന്ന് വെച്ചാൽ വലിയ പാടാണ്. അപ്പോൾ അവിടെ ഇമോഷണൽ ആയിട്ടുള്ള കുറേ എലമെൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഒരു 2-3 വർഷം റിസർച്ച് ചെയ്തു. ഹ്യൂമൻ ഇമോഷൻസിൻ്റെ കുറേ കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ അത് വെച്ചിട്ട് എവിടെയാണ് ആൾക്കാർക്കൊരു ഹൈ കിട്ടുക, എവിടെയാണ് ആൾക്കാരുടെ ഏറ്റവും കൂടുതൽ അവരെ എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റുക, ഏറ്റവും കൂടുതൽ അവരുടെ സങ്കടങ്ങൾ കുറച്ച് നേരമെങ്കിലും മറക്കാൻ പറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. അങ്ങനെ ഈ പേര് പോലെ തന്നെ സീക്രട്ട്, എനിക്കപ്പോൾ ചോദിക്കാനുള്ളത്, എല്ലാ മനുഷ്യന്മാരിലും ഒരു രഹസ്യമെങ്കിലും ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും, അവരൊരു ഉണ്ടായിരിക്കും, തോന്നിയിട്ടുണ്ടോ? ഒന്നല്ല, ഒരുപാട് രഹസ്യങ്ങൾ, ക്ലസ്റ്റർ ഓഫ് രഹസ്യങ്ങൾ. അതെന്താണെന്നറിയോ, നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ ഉള്ള ഒരു ഡെയിലി ഒരു റൊട്ടീൻ എടുത്താൽ തന്നെ അതിൻ്റെ അകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഹിഡൻ ആക്കി വെച്ചിട്ടുണ്ടാവും, ഒത്തിരി ഉണ്ടാവും, ക്ലസ്റ്റർ ഓഫ് സീക്രട്സ് ഉണ്ടാവും. എനിക്ക് അനന്തുവിൻ്റെ റീസെൻ്റായിട്ട് ഒരു റീല് ഭയങ്കരമായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഇതെന്ന് പറയുന്നത്, നുണ പറയുന്നത് ഇഷ്ടമല്ല, എന്നോട് നുണ പറയുന്നത്. എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്നോട് ആരും നുണ പറയുന്നത് എനിക്കിഷ്ടമല്ല. പ്രത്യേകിച്ച് എനിക്ക് അടുപ്പവും ഇഷ്ടമുള്ളവർ എന്നോട് നുണ പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. പക്ഷെ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, എന്നാൽ ഞാൻ ഇടയ്ക്കൊക്കെ നുണ പറയാറില്ലേ? അനന്തു എപ്പോഴെങ്കിലൊക്കെ നുണ പറയുന്ന സാഹചര്യങ്ങളും മനുഷ്യന്മാർക്ക് വന്നു. ഇത് ഞാൻ ഏത് ഇന്റർവ്യൂവിൽ ആര് ചോദിക്കുമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ സബ്ജക്റ്റ് ഇതായതുകൊണ്ട് എനിക്കത് കാര്യം
നമ്മൾ ഒബ്സർവ് ചെയ്യുമല്ലോ ആൾക്കാരെ. പണ്ടൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്യുമായിരുന്നു. ഈ ബോഡി ലാംഗ്വേജിൻ്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ടെക്സ്റ്റിലുണ്ട്. അപ്പം അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്യുമായിരുന്നു. അപ്പോൾ അന്നേരം ഈ ലൈ ഡിറ്റക്ഷൻ്റെ കുറേ ടെക്സ്റ്റുകൾ ഇങ്ങനെ സ്ഥിരമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്കിതിന് മുമ്പും മെൻ്റലിസത്തിലേക്ക് വരുന്നതിന് മുമ്പും ഇതേ പ്രശ്നമുണ്ട്. പക്ഷെ എന്നാലും ആ ടെക്സ്റ്റുകൾ ഇങ്ങനെ വായിച്ച് വന്നപ്പോഴത്തേക്കും ആൾക്കാരുടെ അടുത്ത് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് അതിങ്ങനെ മനസ്സിലാവും. ഒരു പരിധി വരെ ഞാൻ മനസ്സിലായാലും അത് മനസ്സിലാവാത്ത പോലെ നമ്മളിങ്ങനെ നിൽക്കും. അത് ഓക്കെ, ചിലപ്പോൾ എനിക്ക് തെറ്റാമല്ലോ, അങ്ങനെ ആവാം. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ എനിക്ക് മെൻ്റലിസം പഠിച്ചതിൽ ഭയങ്കര ഒരു ദ്രോഹമായിട്ട് എനിക്ക് എന്നോട് തന്നെ തോന്നിയത് ഈ ഒരു കാര്യമെന്ന് തോന്നുന്നു. എനിക്കതൊട്ടും പറ്റുന്നില്ല. എനിക്ക് ചെറിയ കാര്യങ്ങൾ ആൾക്കാരിങ്ങനെ വന്ന് പെട്ടെന്ന് പറയുമ്പോൾ ഞാൻ അവരുടെ നമുക്ക് ലിപ് റീഡിങ് ലൈക്ക് അങ്ങനെ കുറേ കോൾ റീഡിങ് എന്നൊക്കെ പറഞ്ഞ കുറേ സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് അനലൈസ് ചെയ്യും. അപ്പോൾ ഞാൻ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ എവിടെയെങ്കിലും ഒരു അനുഗ്രഹം ഇങ്ങനെ മാറി വന്നു കഴിഞ്ഞാൽ ഞാനതിങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കും. ഒരു 10 വർഷം മുമ്പുള്ള കാര്യമാണ്. ശ്രദ്ധിച്ച് അന്നേരം ഞാനിങ്ങനെ അതാലോചിച്ച് ഇങ്ങനെ വറീഡാവും. പിന്നെ പതിയെ ഞാനിങ്ങനെ പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അദ്ദേഹം എന്നോട് കള്ളം പറയുന്നത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കംഫർട്ട് സോൺ എൻ്റെ അടുത്ത് അങ്ങനെ പറയണം എന്നുള്ളതാണ് എന്ന് എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി. പിന്നെ എനിക്കത് മനസ്സിലായാലും ഞാനത് അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാറില്ല. അങ്ങനെ കുറേ നാൾ പ്രാക്ടീസ് ചെയ്തു. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഈസി ആവാൻ തുടങ്ങി ഈ പ്രോസസ്സ്. കാര്യം വളരെ പെട്ടെന്ന് നമുക്കത് മനസ്സിലാവാൻ തുടങ്ങി. അങ്ങനെ വന്ന സമയത്ത് ആൾക്കാരുടെ അടുത്ത് എനിക്കറിയില്ല, അത് ഈ പറഞ്ഞ പോലെ ഇച്ചിരി പെയിൻഫുള്ളാണ്, കേൾക്കുമ്പോൾ ഇച്ചിരി പെയിൻഫുള്ളാണ്. അതെൻ്റെ അവസ്ഥ ഇച്ചിരി, അതായത് ആൾക്കാർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കുറേ ആൾക്കാരിങ്ങനെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നോട്ടീസ് ചെയ്തിട്ട് പിന്നെ അവരുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്തും അദ്ദേഹം ഇപ്പം സത്യമായിരിക്കും പറയുന്നത്, പക്ഷെ എന്നാലും നമ്മളങ്ങനെ കൺവിൻസ്ഡ് ആവാറില്ല. അപ്പൊ ആ സ്റ്റേജ് ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്, എന്നോട് കള്ളം പറയരുത്. സത്യം പറഞ്ഞാൽ ഏറ്റവും നമ്മുടെ എനിക്ക് തോന്നിയിട്ടുണ്ട് സമാധാനം കളയുന്നതാണ്. എനിക്ക് പലപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ എന്നോട് നുണ പറഞ്ഞു, അല്ലെങ്കിൽ നുണ പറഞ്ഞാന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവരോട് ചോദിച്ചേ പറ്റൂ. ഞാൻ അവരോട് പോയി ചോദിക്കും. ചിലപ്പോൾ ബന്ധം അങ്ങനെ ഇല്ലാതാവും, ചിലപ്പോൾ കുറച്ച് എന്നാലും നമ്മൾ പറയില്ല ഒരിക്കൽ പൊട്ടിപ്പോയ ഗ്ലാസ് പിന്നെ അതേപോലെ നമുക്ക് ആക്കാൻ പറ്റില്ല. അങ്ങനെ പോയിട്ട് എനിക്ക് ഇപ്പോൾ തോന്നി തുടങ്ങി, എന്തിനാണ് ഈ സത്യം തന്നെ അറിയാതിരുന്നാൽ മതിയല്ലോ, ഈ നുണ പറഞ്ഞത് അറിയാതിരുന്ന അത്രയും. അല്ലെങ്കിൽ അവിടെ സമാധാനം പോകുന്നത് ഓപ്പോസിറ്റുള്ള ആൾക്കല്ല സമാധാനം പോകുന്നത്, നമ്മുടെ സമാധാനം പോകുന്നത്. കാരണം ഇത് അറിയുകയും ചെയ്ത് ഇത് എന്ത് ചെയ്യണം, ചവച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല, ഇറക്കാനും പറ്റുന്നില്ല ഒരു പെയിൻ കൊണ്ടാണ് ഞാൻ അത് അത്രയും എനിക്ക് പ്രശ്നമായി തുടങ്ങിയത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഇപ്പോഴൊക്കെ ഞാനതങ്ങനെ അത് ബോധർ ചെയ്യാറില്ല. എന്നാലും ഈ പറഞ്ഞ പോലെ വിഷമാണ്. അപ്പം ഞാനത് എല്ലാവരോടും പറയും, നിങ്ങൾ എന്തെങ്കിലും എൻ്റെ അടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് പറയും. എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. എനിക്കെന്നല്ല, എനിക്ക് തോന്നുന്നു അതൊരു വീഡിയോയിൽ 90% ആൾക്കാരും സെയിം ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഈ നുണ പറയുന്നത് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത മിക്ക ആൾക്കാർക്ക് ഇത് തന്നെ ആയിരിക്കും. എന്ത് ചിലപ്പോൾ വലിയ കാര്യമൊക്കെ ആയിരിക്കും, അത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. എന്നാൽ അത് മറച്ചു വെക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ. മറച്ചു വെക്കുമ്പോഴേ പിന്നെ നമുക്ക് അതിന്റെ മേലെ പിന്നെയും കള്ളങ്ങൾ പറയാനുള്ള ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ വരും. മറ്റത് കഴിഞ്ഞല്ലോ, അവിടെ തീർന്നു എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, കള്ളം പറയുന്നത് എനിക്ക് ഇഷ്ടമില്ല. അതേപോലെ എനിക്ക് ഏറ്റവും പ്രയാസമുള്ള കാര്യമല്ല, ആരെങ്കിലും എന്നോട് തെറ്റ് ചെയ്തു കാര്യങ്ങളാണ്, എനിക്ക് ക്ഷമിക്കണം എന്നുണ്ടായിരിക്കും. എന്നാലും നമ്മൾ പറയില്ലേ, നമ്മുടെ ഈഗോ അല്ല അത്, ആക്ച്വലി നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് സമ്മതിക്കില്ല, അല്ലെങ്കിൽ അത് ചെയ്യുന്ന ഒരു ഇതനുസരിച്ചിരിക്കും. അനന്തു ഫോർഗീവ് ചെയ്യാൻ എങ്ങനെയാ, പെട്ടെന്ന് ക്ഷമിച്ചു കൊടുക്കുന്ന ആളാണോ? ഒരു 90% ഞാൻ മറ്റേ അറോഗൻ്റ് ആയിട്ട് അങ്ങനെയുള്ള എന്നെ കണ്ടറിയാം. ഞാനിവിടെ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്നൊരു അങ്ങനെ ഒരു ടിപ്പിക്കൽ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ അങ്ങനെ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരെ അതൊക്കെ ഭയങ്കര കുറവാണ്. പക്ഷെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളൊരു പരിധി വരെ നമ്മൾ മാക്സിമം എന്ത് വന്നാലും നമ്മൾ അങ്ങനെ ദേഷ്യപ്പെടാൻ പരിപാടിയൊന്നുമില്ല. പക്ഷേ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് പിടിച്ചാൽ കിട്ടില്ല, നമുക്ക് ഭയങ്കരമായിട്ട് കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിലൊക്കെ ഫോർഗീവ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. പക്ഷെ പരമാവധി ഒരു 90% ഫോർഗീവ് ചെയ്യും. കാര്യം ഫോർഗീവ്നെസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ആർട്ടാണ്. പിന്നെ നമ്മളോട് ചെയ്ത ആ ഒരു കാര്യത്തിന്റെ ഇന്റൻസിറ്റി ഇതെല്ലാം ബാധകമാണ്. എന്നാലും ചിലപ്പോഴൊക്കെ അപ്പുറത്തേക്കുന്ന ആളിനോടുള്ള ഇഷ്ടം കൊണ്ട് ചിലപ്പോൾ നമുക്ക്
ഫോർഗീവ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ മറന്നു പോകും ആ സമയത്ത്. നമ്മൾ ചിലപ്പോൾ സെൽഫ് റെസ്പെക്റ്റോ അതൊന്നും ചിന്തിച്ചെന്ന് വരില്ല. ആ അപ്പുറത്തിരിക്കുന്ന ആളനുസരിച്ചിരിക്കും. സെൽഫ് റെസ്പെക്റ്റിനെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈവൻ ഈ പറഞ്ഞ പോലെ എക്സാക്ട്ലി അതാണ്, അപ്പുറത്തേക്കുന്ന ആള് നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ മറന്നു പോകും. അതെ അങ്ങനെയുള്ള മനുഷ്യന്മാരാവുന്നത്. അനന്തുവിന് എന്തെങ്കിലും കാര്യത്തിൽ പേടിയുണ്ടോ? ഓക്കെ, എന്തെങ്കിലും നമുക്ക് മനുഷ്യന്മാർക്ക് എന്തിനോടെങ്കിലും ഒക്കെ ഒരു പേടി ഉണ്ടായിരിക്കില്ലേ? എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു പേടി തോന്നിയിട്ടുണ്ടോ? ഒരു പോയിന്റിൽ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട കാര്യം, നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ഗോൾ ഉണ്ടല്ലോ, അപ്പോൾ ആ ഗോളൊക്കെ ഒരു പോയിന്റിൽ നമ്മൾ അച്ചീവ് ചെയ്യും. അച്ചീവ് ചെയ്ത് ഒരു പോയിന്റിൽ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം വരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബ്ലാങ്ക് ആണ്. കാര്യം ഇത് എനിക്കൊന്ന് ഭഗവത്ഗീതയിലൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുള്ളൊരു എലമെൻ്റ് ആണ്. അപ്പം എല്ലാം നേടിക്കഴിഞ്ഞിട്ട് പിന്നെന്ത് എന്നുള്ളൊരു കൈൻഡ് ഓഫ് സാധനമില്ല. ഇപ്പോഴൊന്നും അല്ല, കുറേ നാൾ കഴിഞ്ഞിട്ട് ചിലപ്പോൾ അങ്ങനെ ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ വരരുത് എന്ന് എനിക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനെ ഞാൻ ഭയപ്പെടുന്നുണ്ട്. കാര്യം അതിനുശേഷം കാര്യം ഇടയ്ക്കൊരു പോയിന്റിൽ ഞാൻ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു വിചാരം. ചില സമയത്ത് ഈ ഫിലോസഫിയൊക്കെ തലയ്ക്ക് പിടിച്ചിട്ട് നമ്മൾ യാത്രകളൊക്കെ പോകുന്ന സമയത്ത് യാത്രകൾ തരുന്നൊരു കിക്കുണ്ട്. ചിലപ്പോൾ കുറേ മനുഷ്യരെ പരിചയപ്പെടുന്ന സമയത്ത്, അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന കൈൻഡ് ഓഫ് മനുഷ്യരല്ല, ഭയങ്കര വ്യത്യസ്തരായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള കുറേ മനുഷ്യരെ ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലോട്ടൊക്കെ പോകുന്ന സമയത്ത്, വാരണാസി അങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വെച്ചിട്ട് ഓക്കെ ഞാനിത് എങ്ങോട്ടാണ്, എൻ്റെ സഞ്ചാരം എങ്ങോട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മറ്റേ ഗുരുവിൽ ലാലേട്ടനെ പോലെ അങ്ങനെയൊക്കെ ഞാനിങ്ങനെ കിളി പോയി നടന്നിട്ടുണ്ട്. അപ്പം പിന്നെ ഒരു പോയിന്റിൽ എനിക്ക് മനസ്സിലായി, ഞാനിത് ഒരുപാട് ഇതിൻ്റെ പുറകെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എല്ലാം കളഞ്ഞിട്ട് ഞാൻ സന്യാസത്തിന് പോകും. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെയുള്ള യാത്രകളൊന്നും പോവാറേയില്ല. എനിക്കത് അത്രയും ഡീപ്പിലോട്ട്. അതെ എനിക്കാണെങ്കിൽ എൻ്റെ മൈൻഡ് പെട്ടെന്ന് അങ്ങോട്ട് പോകും. ഇങ്ങനെ ചാടി മറ്റേ കേദാർനാഥ് അങ്ങനെയുള്ള പരിപാടിയൊക്കെ എനിക്ക്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഉള്ളൊരു ഡെയിലി ലൈഫാണ് നല്ലത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അത് പറഞ്ഞപ്പോൾ ഈ മെന്റലിസം സ്പിരിച്വാലിറ്റിയും തമ്മിൽ എന്തെങ്കിലും രീതിക്ക് കണക്ഷൻ ഉണ്ടോ? മെന്റലിസവും സ്പിരിച്വാലിറ്റിയും തമ്മിലില്ല, പക്ഷേ എൻ്റെ ചില ഭ്രാന്തൻ ചിന്തകൾക്ക് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുന്നത്. മെന്റലിസം നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടാണല്ലോ. അപ്പം അത് ഓക്കെ, ദാറ്റ്സ് ഫൈൻ. പക്ഷേ ബിയോണ്ട് ദിസ് നമ്മൾ പഠിക്കാൻ ഇഷ്ടമുള്ള വേറെ കുറേ ടോപ്പിക്സ് ഉണ്ട് മെന്റലിസം കൂടാതെ. കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ടെക്സ്റ്റുകളൊക്കെ വായിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആക്ച്വലി എൻ്റെ ഉള്ളിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. സയൻറ്റിഫിക് ടെമ്പർ ഭയങ്കരമായിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം എന്നിലെ ശാസ്ത്രബോധത്തിനെ ഞാൻ തന്നെ ഇടയ്ക്ക് ചോദ്യം ചെയ്യും, എന്നിട്ട് ഞാനതിനെ സ്പിരിച്വലായിട്ട് ഉത്തരം കണ്ടെത്തും. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഇല്ല, ഞാൻ സ്പിരിച്വാലിറ്റിയിൽ അങ്ങനെ വിശ്വസിക്കുന്ന ആളല്ല, എനിക്കിത് സയൻറ്റിഫിക് എവിഡൻസ് വേണമെന്ന് പറഞ്ഞിട്ട് അതിനെ ടാക്കിൾ ചെയ്ത് പിന്നെ ഞാൻ അതിനൊരു സയൻറ്റിഫിക് ആൻസർ കണ്ടെത്തും. ഇങ്ങനെ എന്തെല്ലാം ഒക്കെ ഭ്രാന്തമായിട്ടുള്ള ചിന്തകളാണ് വരുന്നത്. അതുകൊണ്ടാണ് അനന്തുവിനെ ഒരു ഡിഫറെൻ്റ് ആക്കി മാറ്റുന്നത്. പക്ഷെ അനന്തുവിൻ്റെ ഈ ഷോ കാരണം തന്നെ ഒരുപാട് പേര്, എല്ലാ മനുഷ്യന്മാർക്കും വിഷമം ഉണ്ടായിരിക്കും അല്ലെ, എന്തെങ്കിലുമൊക്കെ ഒളിഞ്ഞിരിക്കുന്ന വിഷമം ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് അനന്തുവിൻ്റെ ഈ ഒരു ഷോ, സീക്രട്ട് ലെറ്റർ എന്നുള്ള ഷോ, കുറച്ച് നേരമെങ്കിലും അവർക്ക് ഹീലാവാനുള്ള, അല്ലെങ്കിൽ എല്ലാം മറന്ന് കരയണമെങ്കിൽ കരയാം, ചിരിക്കണമെങ്കിൽ ചിരിക്കാം അല്ലേ. നമ്മുടെ ഇമോഷൻസ് നമുക്ക് പുറത്ത് കാണിക്കല ഏറ്റവും, നമ്മളെപ്പോഴും സപ്രസ് ചെയ്ത് വെച്ച് നടക്കുന്നവരാ. ആ ഇമോഷൻസ് എവിടെയെങ്കിലും ഇറക്കി വെക്കാൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ കാര്യം അല്ലേ. അത് തന്നെയായിരുന്നു ഇൻറ്റൻഷൻ. കാര്യം എന്നോട് ഷോ കഴിഞ്ഞിട്ട് ഒരുപാട് പേര് വന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതായത് അവർ ഒട്ടും ഓക്കെ ഇല്ലാതിരുന്ന സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് ഷോ കുറേ കഴിഞ്ഞ് അവർ ആ ഷോയുടെ ഒരു ലൂപ്പിൽ അവരായി. അപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് കിടന്ന കുറേ ഇൻസിഡൻസ് അവർക്ക് ഇങ്ങനെ ഒരു റിയലൈസേഷൻ ഉണ്ടായി. അതെന്താണെന്ന് എനിക്കും അറിയില്ല. കാര്യം അങ്ങനെ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇൻജെക്ട് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ഷോയിൽ ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ എവിടെയൊക്കെ ചില കാര്യങ്ങളൊക്കെ അവർക്ക് റിലേറ്റബിൾ ആയിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു വിഷമങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. അനന്തുവിന് ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അനന്തു എന്താ ചെയ്യുക? അത് മറികടക്കാൻ ചെയ്യുക? അനന്തു ഒരുപാട് പേരുടെ ലൈഫിൽ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാൻ ഒരു പരിധി വരെയെങ്കിലൊക്കെ അനന്തുവിൻ്റെ ഈവൻ വീഡിയോസിന് വരെ ഒരുപാട് മോട്ടിവേഷൻ ഒരുങ്ങി. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നുന്നത്, ഞാൻ മോട്ടിവേഷൻ വീഡിയോസ് ചെയ്യാറുണ്ട്. എനിക്ക് ഏറ്റവും സങ്കടമുള്ള സമയത്ത് അല്ലെങ്കിൽ എനിക്ക് മോട്ടിവേഷൻ വീഡിയോ ചെയ്യുമ്പോൾ എനിക്കൊരു സമാധാനം കിട്ടും. അതേപോലെ അനന്തുവിനൊരു വിഷമം വരുന്ന സമയത്ത് അനന്തു എങ്ങനെയാണ് അത് ഓവർകം ചെയ്യുക? അത് ആ വിഷമത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ വിഷമത്തിൻ്റെ ഇൻറ്റൻസിറ്റി എത്രമാത്രമാണ് എന്നതിനൊക്കെ ആസ്പദമാക്കിയിട്ടിരിക്കും. പരമാവധി ഞാൻ മൈൻഡ് ഔട്ട് ആവുന്ന സമയത്ത് ഞാൻ കൂട്ടുകാരുടെ അടുത്തൊക്കെ സമയം ചിലവെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം അവിടെ മെൻ്റലിസ്റ്റ് അനന്തമായിട്ടല്ല, കൂടെ പഠിച്ച കുട്ടികൾ എല്ലാവരും ഉണ്ട്. അപ്പം ഇവരുടെ അടുത്ത് നിന്നിട്ട് ഒരു 10 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു ഹീലിംഗ് ആണ്. അവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചില കളിചെറി തമാശകളൊക്കെ നമ്മൾ ഭയങ്കര ഹൈ ആക്കും. അപ്പം അതൊന്നാണ്.
പിന്നെ മല കയറാനൊക്കെ പോകുന്ന സ്വഭാവമുണ്ട്. ഒറ്റയ്ക്ക് ഏതെങ്കിലുമൊക്കെ മലയുടെ മണ്ടയിലൊക്കെ ചുമ്മാ കയറി നിൽക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചില പരിപാടികൾ ചെയ്യാറുണ്ട്. പിന്നെന്താണെന്ന് അറിയുമോ, ഈ വിഷമങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു ഭയങ്കര വിഷമം വരുന്നൊരു സിനാറിയോ, ഇപ്പോൾ ഉദാഹരണത്തിന് പ്രൊഫഷണലി വരുന്ന വിഷമങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാനത് ബോദർ ചെയ്യാറില്ല. പരമാവധി ആ വിഷമങ്ങൾ നമ്മളെ അഫക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രശ്നം. ആ വിഷമങ്ങൾ നമ്മളെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ലൈഫ് മുമ്പോട്ട് പോകുക എന്നുള്ളൊരു പാറ്റേൺ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ സ്റ്റക്കായി പോകാറില്ല. എന്നാലൊരു ലിമിറ്റ് വിട്ട് പോകുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അനന്തുവിനെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കുന്ന, അല്ലെ ഒരു അനന്തു എന്നുള്ള ഒരാളെ ഏറ്റവും കൂടുതൽ ആളെ തെറ്റിദ്ധരിക്കാന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് എന്ത് കാര്യത്തിലായിരിക്കും അനന്തുവിന് തോന്നിയേക്കുന്നത്? ഇന്ന ആളെ എന്നെ ഈ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളൊരു കാര്യം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഇതുവരെയുള്ള ഈ പ്രൊഫഷനൊക്കെ തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണകൾ ഏറ്റുവാങ്ങിയിട്ടുള്ളൊരു മനുഷ്യനാണ് ഞാനെന്ന് എനിക്ക് തോന്നിയിട്ട്. അത് എല്ലാവർക്കും പേഴ്സണലി തോന്നുന്ന കാര്യമാണ്. പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. കാര്യം നമ്മൾ ചിലപ്പോൾ ഭയങ്കര നല്ല ഇൻറ്റൻഷനിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് ചിലപ്പോൾ ആ ഒരു ഇൻറ്റൻഷനിലായിരിക്കില്ല അവർ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചിലപ്പോൾ പ്രൊഫഷണൽ ഈഗോസോ കാര്യങ്ങളൊക്കെ ഹിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ പ്രൊഫഷണലി ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ നമ്മുടെ ഒരു പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു തോന്നൽ മറ്റുള്ളവർക്ക് തോന്നിയേക്കാം. അപ്പോൾ അത് എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് പേഴ്സണൽ ലൈഫിൽ എനിക്ക് അങ്ങനെ ഒരുപാട് എക്സ്പ്രസ് ചെയ്യാൻ എനിക്കറിയില്ല, എനിക്കിഷ്ടമല്ല. അതായത് ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്തു, അപ്പോൾ ഒരാൾ നമ്മളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. അപ്പോൾ അയാളോട് ചെന്നിട്ട് ഞാൻ അതല്ലേ ഉദ്ദേശിച്ചത്, ഇതാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് ഒരുപാട് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. നമ്മൾ ചെയ്ത ഇൻറ്റൻഷൻ നല്ലതാണ് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഇതൊക്കെ ഒരു പരിധിവരെയും എന്നെ അങ്ങനെ ബോധർ ചെയ്യിപ്പിക്കാറില്ല. അവർ എന്ത് പറഞ്ഞാലും ദാറ്റ്സ് ഫൈൻ. അത് ഒറ്റ ലൈഫല്ലേ ഉള്ളൂ. അവർക്ക് എല്ലാ മനുഷ്യന്മാരും ലൈഫിൽ എത്തേണ്ട ആ ഒരു പോയിന്റിലാന്ന് തോന്നുന്നുണ്ട്, എത്തേണ്ടത് അതിലാന്ന് തോന്നുന്നുണ്ട്. കാരണം ഞാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും എന്നെ തെറ്റിദ്ധരിച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനൊരു കയ്യും കണക്കും ഉണ്ടായിരിക്കില്ല. പിന്നെ എനിക്ക് തന്നെ തോന്നും, ഞാൻ എന്തിനാ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നെ മനസ്സിലാക്കുന്നവർക്ക് എന്നെ മനസ്സിലാവില്ല, ഞാൻ എന്തിനാ. പക്ഷെ ആ ഒരു പോയിന്റിലെത്തണം, അങ്ങനൊരു മെൻറ്റാലിറ്റി. ഓക്കെ, അവരങ്ങനെ വിചാരിക്കും, അതെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ. അത് ആക്ച്വലി ഞാനും പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഒരു പോയിന്റിൽ നമുക്ക് ചില റിയലൈസേഷൻസ് ഉണ്ടാവുമല്ലോ ലൈഫിനെ മാറ്റിമറിക്കുന്ന കുറേ ഇൻസിഡൻസ് ഇങ്ങനെ ഫേസ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒന്നുമല്ലാന്ന് തോന്നും. അത് ഉണ്ടാവും, എല്ലാ മനുഷ്യരിലും അതുണ്ടാവും. നമ്മളുടെ കുറേ എക്സ്പീരിയൻസസ് ആണെന്ന് തോന്നുന്നുണ്ട് നമ്മൾ ഒരു തരത്തിൽ നമ്മൾ മോൾഡ് ചെയ്തെടുക്കാൻ തോന്നുന്നു ഒരു പരിധി വരെ. നമ്മൾ ചില പുതിയ ആൾക്കാരുടെ ഒക്കെ അടുത്തായിട്ട് നമ്മൾ ന്യൂ ആയിട്ടായിരിക്കും ആ പ്ലേസിൽ പോകും. അപ്പോൾ ചില ആൾക്കാരായിട്ട് നമുക്ക് പെട്ടെന്ന് വൈബ് സെറ്റ് ആവും. ചില ആൾക്കാരായിട്ട് നമുക്ക് എത്ര സംസാരിച്ചാലും എങ്ങനെ നല്ല ആൾക്കാരായിരിക്കും, പക്ഷെ ആ ഒരു എനർജി നമുക്ക് ഭയങ്കര നമ്മൾ ഡൗൺ ആക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു എനർജി പറ്റിയില്ല. ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സെൻസ് ചെയ്യാൻ പറ്റുമോ? ഒരു രണ്ട് വ്യക്തികൾ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ആ എനർജി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമോ? എനിക്കത് മെൻ്റലിസം പരിപാടിയൊന്നുമല്ല. എനിക്കത് ഒരു പരിധിവരെ എനിക്ക് മനസ്സിലാവും. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു കുറേ യാത്രകളൊക്കെ തന്ന ചില ജീവിത അനുഭവങ്ങളിൽ നിന്നൊക്കെ കിട്ടിയ ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ അത് കാണുന്നുണ്ട്. ചില ആൾക്കാരെ എനിക്കത് മനസ്സിലാക്കാൻ പറ്റാറുണ്ട്. പിന്നെ ഒരു പരിധിവരെ ഞാൻ എല്ലാവരോടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ സംസാരിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ കൂട്ടമായിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു കല്യാണ പാർട്ടിയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഷൈ ആണ്. എനിക്ക് ഫോട്ടോ എടുക്കാൻ വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ബാക്കിലൊക്കെ ചെന്ന് പതുങ്ങി നിന്നോളെ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഹ്യൂമൻലി ആയിട്ടുള്ള ഇമോഷൻസ് കൺവേ ചെയ്യാൻ, ലൈക്ക് അങ്ങനെയുള്ള സംസാരങ്ങൾ, കമ്മ്യൂണിക്കേഷൻസ് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ഞാൻ ഒബ്സർവ് ചെയ്യും ആൾക്കാരെ. ഞാൻ ഈ ഒരു വിഷയം കിട്ടി കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാൻ റെഡിയാണ്. അങ്ങനെ ഏത് വിഷയമായിരിക്കും ഉണ്ടായിരിക്കുക? എനിക്ക് ഉണ്ട് സിനിമ അത്രക്ക് എപ്പോൾ തൊട്ടാണ് ഈ സിനിമനോടുള്ള അത്രയും ഒരു ഇഷ്ടം? കുഞ്ഞിലെ പോലെ, സ്കൂളിൽ പഠിക്കുന്ന സമയം പോലെ, LKG ഒക്കെ തൊട്ട് നമ്മൾ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും ദിലീപേൻ്റെയും ജയറാമേൻ്റെയും ഒക്കെ സിനിമകൾ ഇങ്ങനെ TV-യിൽ കണ്ട് അതിൻ്റെ ഒരു പീക്ക് ഒരു സാധനം കിട്ടി. എന്നിട്ട് പിന്നെ പതിയെ വേറെ ലാംഗ്വേജസിലെ സിനിമകൾ കാണാൻ തുടങ്ങി. അപ്പോൾ സിനിമ തരുന്ന ഒരു ഹൈ വേറെയാണ്. ശരിക്കും സിനിമ റിയൽ ഇമോഷണൽ റോളർ കോസ്റ്ററാണ്. അത് ശരിക്കും ഈ ഷോയുടെ തന്നെ ദ ലാസ്റ്റ് റൈഡ് എന്ന് കണ്ട്, ഇനി കേരളത്തിൽ അധികം ഷോസ് ഉണ്ടായിരിക്കില്ല, ഇതായിരിക്കാം ചിലപ്പോൾ ലാസ്റ്റ് ഷോസ് എന്നുള്ളത്. അത് കണ്ടപ്പോൾ ശരിക്കും അനന്തു എന്ന് പറയുന്നത് ഒരു മെന്റലിസ്റ്റ് അനന്തുവാണ് ഇപ്പം നമുക്കറിയുള്ളൂ. അത് കാണുന്ന എല്ലാവർക്കും അയ്യോ അനന്തു നിർത്തുവാണോ, ഈ ഒരു സാധനം വരും. എന്നാൽ അവിടെ അനന്തു പറയുന്ന റീസൺ ഇതാണ്, മൂവി ഓക്കെ ഞാൻ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലാണ്, ഞങ്ങൾക്ക് ഡയറക്ഷൻ താല്പര്യമുണ്ട് എന്നുള്ളത്. അപ്പം
എനിക്കപ്പോൾ തോന്നി ഒരു മെന്റലിസം എന്നുള്ളതിനേക്കാൾ ഒരു പടി കൂടുതൽ ഈ അല്ല അതുകൊണ്ടാണല്ലോ ഇനി ഇത് ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല എന്ന് പറയാൻ കാരണം. അങ്ങനെയാണോ? എല്ലാത്തിനേക്കാൾ മുകളിൽ സിനിമയാണോ? സിനിമ കാരണമാണ് എന്ന് തോന്നുന്നു ഞാൻ മെന്റലിസത്തിലേക്ക് തന്നെ വന്നത്. ആക്ച്വലി സിനിമയിൽ നിന്ന് മണിച്ചിത്രത്താഴാണല്ലോ, അപ്പോൾ എനിക്ക് സിനിമയോട് ഒരു അധികം ഇഷ്ടക്കൂടുതലുണ്ട്. പക്ഷേ ഈ പറഞ്ഞ മെന്റലിസം പൂർണ്ണമായിട്ട് അങ്ങനെ നിർത്തി അത് എനിക്ക് ഇമോഷണലി ഭയങ്കര പെയിൻ ആയിരുന്നു. കാര്യം ഒരു 15-17 വർഷമായിട്ട് നമ്മുടെ ഒരു ഹൃദയത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു സാധനമാണ്. അപ്പം വലത് കണ്ണും ഇടത് കണ്ണും എന്നൊക്കെ പറയുന്നത് അങ്ങനെ നമ്മൾ ഭയങ്കര ഒരു ഇമോഷണൽ സൈഡാണ്. എനിക്ക് സ്റ്റേജിൽ നിൽക്കുന്ന സമയത്തും എനിക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു ഹൈ കിട്ടാറുണ്ട്. അപ്പം അതിനെ പൂർണ്ണമായിട്ടും പറിച്ചു മാറ്റുക എന്നൊക്കെ പറയുന്നത് എനിക്കും വേദന വരുന്നൊരു കാര്യമാണ്. പക്ഷേ ലിമിറ്റ് ചെയ്യേണ്ടി വരും എനിക്ക്. ഇപ്പം സിനിമയിലിപ്പോൾ പ്രീ പ്രൊഡക്ഷനും പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ലൈക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഒരുപാട് ഷോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ വർഷത്തെ കലണ്ടറിൽ വെച്ചിട്ട് ഷെഡ്യൂൾ വെച്ചിട്ട് നമുക്ക് ഇനി അങ്ങോട്ട് സെപ്റ്റംബറിൽ കാലിക്കറ്റിലെ ഷോയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ UK ടൂർ, അവിടെ ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ് അങ്ങനെ കുറച്ച് ഷോസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ന്യൂസിലാൻഡ് വരുന്നുണ്ട്, പിന്നെ കാനഡ വരുന്നുണ്ട്. അപ്പം ഡിസംബർ വരെയും നമ്മളൊരു ഇൻ്റർനാഷണൽ ടൂറിൻ്റെ ഒരു പരിപാടിയായിരിക്കും. നെക്സ്റ്റ് ഇയർ മൂവി സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഇതുകൊണ്ടാണ്, ഈ ഒരു റീസൺ കൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഷോ ചെയ്യാം, കൊച്ചിയിലും ട്രിവാൻഡ്രത്തും കാലിക്കറ്റിലും ഷോ ചെയ്യാം, കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നറിയാം, അങ്ങനെ തീരുമാനിച്ചത്. അപ്പോൾ ഈ ഒരു അവൈലബിലിറ്റി കുറവ് ആയതുകൊണ്ടാണ് ശരിക്കും അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്നത്. അനന്തു ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ഷോ ചെയ്യാന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് തന്നെ ഭയങ്കര പ്രൗഡായിട്ടൊരു ഫീലാണ്. അപ്പോൾ അനന്തുവിനെ ആലോചിക്കുമ്പോൾ ഒരു ഭയങ്കര പ്രൗഡ് ഫീൽ നമുക്ക് തോന്നൂലേ? കാരണം എത്രത്തോളം പ്രൗഡാണ് അനന്തുവിൻ്റെ തന്നെ? എന്താണെന്നറിയോ, നമ്മൾ പ്രൗഡ് ലൈക്ക് ഇൻ ദ സെൻസ് പ്രൗഡാണ് വാക്കെനിക്കത് അതാണോന്ന് എനിക്ക് അറിയില്ല. നമ്മളിതൊക്കെ ഭയങ്കരമായിട്ട് പീക്ക് ആഗ്രഹിച്ചിരുന്ന സമയം എന്ന് എനിക്ക് തോന്നുന്നു 10 വർഷം മുമ്പായിരിക്കും. അപ്പം അന്നേരം ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സ്ട്രീം സന്തോഷമായിരിക്കും. ഒരു 2016 ഒരു 10 വർഷം മുമ്പ് ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രീം ആയിരിക്കും. കാര്യം ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് നമുക്ക് ഇന്ന് നിൽക്കുന്ന സ്റ്റേജൊന്നും സ്വപ്നം കാണാൻ പോലും എനിക്ക് അന്നത്തെ ഒരു എൻ്റെ ഫാമിലി പശ്ചാത്തലമൊന്നും വെച്ച് എനിക്ക് പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ 10 വർഷത്തെ ജേണിയിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് നമ്മൾ ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഒരു പ്രോസസ്സിങ് ആണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങൾക്കുള്ള റിസൾട്ട്സ് എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്ക് ഇപ്പോൾ ഈ മൊമെൻറ്റിൽ അതിനെ കാണാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ചിലപ്പോൾ നമുക്ക് വലിയ ഹ്യൂജ് റിസൾട്ട്സ് കിട്ടുമ്പോൾ പോലും നമുക്ക് ചിലപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. അത് ഒരു സൈഡിൽ നല്ലതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഇല്ലാത്തിടത്തോളം എനിക്ക് ഭയങ്കര ഒരു ഡൗൺഫാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിക്കാനും പോകണില്ല. എനിക്കിതിൻ്റെ ഒരു മീഡിയോക്കറായിട്ട് എനിക്ക് അതിനെ സ്റ്റേബിളായിട്ട് ആ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് ഇപ്പോൾ. എനിക്ക് തോന്നുന്നു പ്രൗഡിനേക്കാളും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഗ്രേറ്റ്ഫുൾ ആണെന്ന് തോന്നുന്നു. അതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള വേർഡ്. ഞാൻ ആ വേർഡ് ആലോചിക്കായിരുന്നു, അതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള വേർഡ്. ഇനി അനന്തോനി ഈ ഒരു മൂവി അല്ലാണ്ട് മറ്റെന്തെങ്കിലും ഡ്രീംസ് ഉണ്ടോ? ഓക്കെ, ഇന്നത് എനിക്ക് കാരണം നേരത്തെ തന്നെ അനന്തു പറഞ്ഞു ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ എന്നുള്ളൊരു പോയിന്റാണ് ഏറ്റവും പേടിക്കണേന്ന്. കാരണം അനന്തു ഇപ്പോൾ അടുത്ത സ്റ്റെപ്പിലോട്ട് എത്തി. അപ്പം ഈ മൂവി കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് എന്നൊരു മനസ്സിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ. ഒരു കാര്യമുണ്ട്, അത് മെൻ്റലിസം ഇൻഡസ്ട്രിയിൽ അതൊരു ഇപ്പോഴും ഒരു കൈൻഡ് ഓഫ് ഒരു കുറേ സ്ഥലങ്ങളിൽ അതെന്താണെന്ന് മനസ്സിലാവാത്ത കുറേ സ്ഥലങ്ങളിൽ ഏരിയാസ് ഉണ്ട്. അപ്പം ഈ മെൻ്റലിസം സൈക്കോളജിയും എല്ലാം കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള കുറേ സൈക്കോളജിസ്റ്റുകളെല്ലാം ഒരുമിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ ആ സാധ്യതകൾ വേണ്ട രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ മെൻ്റൽ ഹെൽത്തിനെ ഭയങ്കര നല്ല രീതിയിൽ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊരു വലിയൊരു സംരംഭം ഒരു കേരളത്തിലൊരു വലിയൊരു മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വലിയൊരു സംരംഭം കൊണ്ടുവരണം എന്നുണ്ട് എനിക്ക്. കാര്യം ഈ സൂയിസൈഡ് ഇഷ്യൂസൊക്കെ ഒരുപാട് വരികയാണ്. അപ്പം ഞാൻ ഈ കൺസൾട്ടേഷൻ ഒന്നും ചെയ്യാറില്ല. എനിക്ക് ക്ലിനിക്കൽ സൈക്കോളജി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. സ്റ്റിൽ എത്ര പേരാണെന്നറിയാം നമുക്ക് മെസ്സേജ് അയക്കുന്നത്. അത് ഈ മോട്ടിവേഷണൽ റിലേറ്റഡ് വീഡിയോസൊക്കെ കണ്ടിട്ടായിരിക്കാം. കാര്യം ഇപ്പോഴും ആൾക്കാർക്ക് സൈക്കോളജിസ്റ്റുകളുടെ അടുത്ത് പോകാനും പേടിയുണ്ടെന്ന് തോന്നുന്നു. അതായത് സൈക്കോളജി എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ എന്തോ ഭ്രാന്തിനെ ചികിത്സിക്കുക, അങ്ങനെ ഒരു മിസ്ബിലീഫ് ഇപ്പോഴും ആൾക്കാരുടെ അടുത്തുണ്ട്. അപ്പോൾ ദയവേത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സിവിയർ ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാതിരിക്കരുത്. അത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ് മെൻ്റൽ ഹെൽത്ത്.
അപ്പോൾ ഈ ഒരു അവയർനെസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക, അതുപോലെ അതിനൊരു വലിയൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് ഇനി ഇവിടെ ഒരു മരണം ഉണ്ടാവാതിരിക്കുക, അതിനെ എത്രത്തോളം പ്രിവെൻറ്റ് ചെയ്യുക, ഒരു വലിയൊരു പ്രോജക്റ്റാണ്. അപ്പോൾ അതൊരു 10 വർഷത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുണ്ട് എനിക്ക്. അത് ഭയങ്കര നല്ലൊരു ഇനീഷ്യേറ്റീവ് ആയിരിക്കും. അനന്തൂൻ്റെ ഒരു പ്ലസ് പോയിന്റ് അല്ല, എന്താ ഇതിനെ പറയുക, ഏറ്റവും എനിക്കൊരു ബെസ്റ്റായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അനന്തു മറ്റുള്ളവർക്കും കൂടിയും ഏതെങ്കിലുമൊക്കെ തരത്തിൽ പ്രയോജനപ്പെടുന്നത്. അനന്തുവിൻ്റെ ഏത് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും അതിൽ നിന്ന് എന്തെങ്കിലും മറ്റുള്ളവർക്കും കൂടി ഒരു ഗുണം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഉപകാരം ഉണ്ടായിരിക്കും ആ ഒരു കാര്യത്തിൽ. അത് ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലേ? നമ്മളെ മാത്രം ചിന്തിക്കുന്ന ആളല്ല, മറ്റൊരാളെയും കൂടി ചിന്തിക്കുക എന്ന് പറയുന്നത് ഈ കാലത്ത് ഭയങ്കര റയറായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? അത് വീട്ടിൽ നിന്ന് തന്നെ ശീലിച്ചൊരു കാര്യമാണ്. കാര്യം ഞാൻ വളർന്നു വന്ന ചുറ്റുപാട് കൂട്ടുകാർ, എൻ്റെ കൂട്ടുകാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സീക്രട്ട് ലെറ്റർ ഷോ ഞങ്ങൾ ഫസ്റ്റ് ഷോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു 30ഓളം വോളണ്ടിയേഴ്സ്, പ്രൊഫഷണൽ വോളണ്ടിയേഴ്സ് നമുക്ക് നോർമലായിട്ട് നമ്മൾ ഹയർ ചെയ്യാനാണ് ചെയ്യേണ്ടത്. പക്ഷേ 30 പേരും എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരായിരുന്നു. അപ്പം അവരൊന്നും ഒരു ലാഭവും ഒന്നും പ്രതീക്ഷിച്ചല്ല നിൽക്കുന്നത്. അപ്പം എൻ്റെ ചുറ്റുപാടെല്ലാം അങ്ങനെയാണ്, ഞാൻ വളർന്ന സാഹചര്യം എല്ലാം അങ്ങനെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഒരു ഗീവ് ആൻഡ് ടേക്ക് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി എല്ലാവരിലും ഉണ്ട്. അപ്പോൾ ആ ഒരു നന്മ അവരിൽ നിന്നൊക്കെ കിട്ടിയതായിരിക്കാം, ചിലപ്പോൾ ഗുരുനാഥന്മാരിൽ നിന്നായിരിക്കാം അത്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, അത് നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ഇതിങ്ങനെ അച്ചീവ് ചെയ്ത് പോകുന്നതും അതേസമയം നമുക്ക് കുറച്ച് പേരെങ്കിലും നമ്മുടെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്കൊരു ഒരു എനർജി കിട്ടും. അതൊരു കൈൻഡ് ഓഫ് ഒരു ഭയങ്കര നമുക്കൊരു കിക്ക് തരുന്ന ഒരു പരിപാടിയാണ്. ശരി, നമ്മുടെ വളർച്ചക്കൊപ്പം മറ്റൊരാളും കൂടി വളരുന്നുണ്ടെങ്കിൽ അതൊരു ഇപ്പൊ നമ്മൾ പറയില്ലേ, ഇപ്പൊ ചുറ്റുപാട് അത് ഒരുപാട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യില്ലേ? ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഞാൻ ഈ തുടക്കത്തിലൊക്കെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള കൺസർവേറ്റീവ്, ഭയങ്കരമായിട്ട് തോട്ട്സിനെ ലിമിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സർക്കിളിൽ നിന്ന സമയത്ത് ഉണ്ടായ എൻ്റെ സാഹചര്യങ്ങളും അതിനുശേഷം കുറച്ചുകൂടെ വൈഡായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുടെ കൂടെ ഉണ്ടായി ഞാനൊരു സ്റ്റഡി ചെയ്തായിരുന്നു. ഇത് പ്രൂവണാണ്, സൈക്കോളജിക്കലൊക്കെ പ്രൂവണാണ്. പക്ഷെ എന്നാലും എനിക്കൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോയ സമയത്ത് എനിക്കത് വലിയ ചേഞ്ചസ് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാട് ഭയങ്കരമായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും, നമ്മുടെ വളർച്ചയെ, നമ്മുടെ ചിന്തകളെയൊക്കെ ചുറ്റുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. അത് ശരിയാ, എനിക്കും തോന്നിയിട്ടുണ്ട് പല കാര്യത്തിൽ. ഇപ്പോൾ ഫ്രണ്ട്സ് എന്ന് മാത്രമല്ല, നമ്മൾ മൊത്തത്തിൽ ഏതൊരു അന്തരീക്ഷത്തിലാണോ ഉള്ളത്, അത് നമ്മളുടെ പേഴ്സണാലിറ്റിനെ ആണെങ്കിലും ഈവൻ നമ്മുടെ കരിയർ ഗ്രോത്തിലാണ് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ ചോദിച്ചത് അനന്തുവിനോട്. അനന്തുവിൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട്, ഇപ്പം അനന്തു പറഞ്ഞു അനന്തുവിൻ്റെ റിസ്ക് എടുക്കുന്നതാണ് ആ ഒരു ഇത്. എന്തൊക്കെ ആയാലും നമ്മുടെ പാരൻസിന് നമ്മളോടൊരു കൺസേൺ ഉണ്ടായിരിക്കില്ല, പ്രത്യേകിച്ച് അമ്മമാർക്ക് ഇല്ലേ? നമ്മൾ ഓരോ റിസ്ക് എടുക്കുമ്പോൾ ഇപ്പം ഞാനൊക്കെ ചിലപ്പോൾ എൻ്റെ യൂട്യൂബ് വീഡിയോസ് വല്ല കോൺട്രവേഴ്ഷ്യൽ ആയിരിക്കും. അപ്പം എനിക്കല്ല ടെൻഷൻ, എൻ്റെ ഉമ്മാക്ക ടെൻഷൻ. ഒരു 100 വട്ടം വേണ്ട അത് ചെയ്യണ്ടെന്നാണ്. അതെങ്ങനെയാണ് നമുക്ക് അമ്മമാരെ കൺവിൻസ് ചെയ്യാനും അത്ര എളുപ്പമുള്ളൊരു കാര്യമായിരിക്കില്ല. അതെങ്ങനെയാണ്? സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പറഞ്ഞാൽ അമ്മയാണ് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് തന്നെ ഇങ്ങനെ ആർട്ട് ലൈക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം പ്രസംഗ മത്സര വേദികളൊക്കെ കൊണ്ടുപോയി. അപ്പോൾ അമ്മ ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു, അച്ഛനും അതേ സപ്പോർട്ടായിരുന്നു. അച്ഛനിപ്പോൾ ഇല്ല, അച്ഛൻ ഒരു 10 വർഷം മുമ്പ് മരിച്ചുപോയി. അപ്പോൾ വീട്ടിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു ആക്ച്വലി. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞ് ഇതേ ഇഷ്യൂ, അതായത് ഈ ഇപ്പം ഫോണൊക്കെ അമ്മയുടെ കയ്യിലുണ്ടല്ലോ, പണ്ട് ഫോണൊന്നും ഇല്ലല്ലോ, വലുതായിട്ട് ഫോണൊന്നും, മറ്റേ ചെറിയ ഫോണൊക്കെ ആയിരുന്നു ഒരു 8 വർഷം മുമ്പ് വരെ യൂസ് ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പം ഓക്കെ ആൻഡ്രോയിഡ് ഫോണൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് വീഡിയോസൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ആരെങ്കിലും കമൻറ്റ് ബോക്സിൽ വന്ന് എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ഇങ്ങനെ കാണിക്കും, അതെന്താ അങ്ങനെ പറയുന്നത്, നീ എന്തിനാ അങ്ങനെ ചെയ്തേ. അമ്മ അതെന്തുകൊണ്ടാണെന്ന് ചിലപ്പോൾ അത് നോക്കില്ല. ചിലപ്പോൾ അമ്മ ഇങ്ങനെ സെയിം ഇഷ്യൂ ആണ്, അതിങ്ങനെ ഒരു കോൺട്രവേഴ്സി ആണോ എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കും, പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ ഇപ്പം അമ്മയ്ക്ക് അറിയാം, എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് തോന്നിയതേ ചെയ്യുള്ളൂ. നമ്മുടെ എല്ലാ അമ്മമാരും ആ ഒരു പോയിന്റിലെത്തും തോന്നുന്നുണ്ട്. എൻ്റെ ഉമ്മ ഇപ്പോഴും വരും ഓരോ കമന്റ്സ് കണ്ടിട്ട്. അപ്പം ചില സമയത്ത് എൻ്റെ മൂടൊന്നും ശരിയില്ലെങ്കിൽ ഞാൻ പറയും, ഉമ്മാക്ക് വേറെ പണിയൊന്നുമില്ല, ഇതും കൊണ്ടുവന്നിട്ട് കല്ലിക്കിനെ പ്രാർത്ഥിച്ചിരിക്കുക, അതിൻ്റെ ഒപ്പം ഇതും കൊണ്ടുവന്നേക്കുന്നു. അതുകൊണ്ട് ഇപ്പം ഉമ്മ ചിലതൊക്കെ കണ്ടാൽ ഉള്ളിലിങ്ങനെ ഒതുക്കി പിടിക്കും പറയാതെ. അമ്മ പിന്നെ എന്താ പറയുക, എൻ്റെ വീഡിയോ ഒന്നും അങ്ങനെ അമ്മ കാണാറില്ലെന്ന് തോന്നുന്നു. അമ്മ വേറെ എന്തൊക്കെയോ മറ്റേ പഴയ മലയാള സിനിമകളൊക്കെ എടുത്തു വെച്ച് കണ്ടിട്ട് അതൊക്കെ അതിൻ്റെ പഴയ നസീർ സാറിൻ്റെ ഒക്കെ കാലത്ത് ആ ഒരു കുഞ്ഞു കുട്ടികളൊക്കെ കൊണ്ട് കുഞ്ഞായിട്ട് അഭിനയിച്ച കുട്ടികളും ഇപ്പൊ വളർന്ന കണ്ട ഈ വ്യത്യാസം കണ്ടാൽ നിങ്ങൾ ഞെട്ടും, ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ അമ്മ കാണണം. അപ്പൊ അതൊക്കെ കൊണ്ട് എന്നെ കാണിക്കും. ഇപ്പൊ അതുകൊണ്ട് എന്റെ വീഡിയോ അങ്ങനെ കാണാറില്ലെന്ന് തോന്നുന്നു. ഈ ഷോസിനൊക്കെ പോകുമ്പോ അമ്മനെ മിസ് ചെയ്യുന്നുണ്ടോ?
അമ്മ, ഞാൻ എപ്പോഴും അമ്മയുടെ കൂടെ ആണല്ലോ. അമ്മ വരാറുണ്ടോ ഷോസിന്? ഇപ്പൊ പുറത്തൊക്കെ പോകുമ്പോ വരാറുണ്ടോ? ഇനിയിപ്പോ ഒന്ന് രണ്ടിടത്ത് കൊണ്ടുപോയി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ. അത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇങ്ങോട്ട് ചോദിക്കട്ടെ, എൻ്റെ ഷോ ആണ് ഇവിടെ എല്ലാ ആൾക്കാർക്കും ഇഷ്ടം, അമ്മയ്ക്ക് എന്താ ഇഷ്ടമല്ല, അമ്മയായിട്ട് ഇങ്ങോട്ട് ചോദിക്കട്ടെ, അപ്പൊ കൊണ്ടുപോകാന്നുള്ള ഇതിലായിരുന്നു. അപ്പം ഇപ്പം ചോദിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ പണ്ടൊക്കെ സ്ഥിരമായിട്ട് ഞാൻ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഒരു പോയിന്റിൽ അമ്മ ഇതിങ്ങനെ ഒരു കുറേ ഷോസ് ഇങ്ങനെ കണ്ടു വന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ആലോചിച്ചു, ഓക്കെ അമ്മ ഇനി വീട്ടിൽ ആ സമയത്ത് വേറെ എന്തെങ്കിലും ചെയ്ത് റെസ്റ്റ് എടുത്തിരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ തന്നെ വീട്ടിൽ ഇരുന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് കോളേജൊക്കെ ആയ സമയത്തൊക്കെ. പിന്നീട് ഇപ്പൊ ഈ പുറത്തുള്ള ഷോസ് ഒക്കെ ചെയ്ത് നമ്മുടെ ഷോ ചേഞ്ച് ആയ കാര്യമൊക്കെ റീസെന്റ് ആയിട്ട് അറിയുന്നു. സീക്രട്ട് ലെറ്റർ ഷോ ഇത്ര വലിയ ഷോ ആണെന്നൊക്കെ അറിയുന്ന റീസെന്റ് ആയിട്ടാണ്. അപ്പം മറ്റേ ഈ ഇതൊക്കെ ഈ സെലിബ്രിറ്റീസിന്റെ ഒക്കെ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് എന്നെ ഇങ്ങനെ കൊണ്ട് കാണിച്ചിട്ട് ഇവരൊക്കെ വന്നായിരുന്നു. അത് നമ്മുടെ ഷോ ഇച്ചിരി വലിയ ഷോ ആയിരുന്നു, മാറിയാന്ന് കുറെ ആളെല്ലാം കണ്ടിട്ട് വരുന്നു അങ്ങനെ ചോദിച്ചു. അപ്പൊ ഇനിയിപ്പം UK കൊണ്ടുപോകണം. ഞാൻ വീണ്ടും കറങ്ങി തിരിഞ്ഞ് നമ്മുടെ സീക്രട്ട് ലെറ്ററിക്ക് വന്നേക്ക്. കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, എനിക്ക് അനന്തുവിൻ്റെ ഒരു പ്രോഗ്രാം കാണണം എന്നുള്ളത് എനിക്ക് ആഗ്രഹമാണ്. അപ്പോൾ എന്നെ പോലെ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ ദ ലാസ്റ്റ് റൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള എവിടൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ എവിടൊക്കെയാണ് ഷോസ് വരുന്നതെന്ന്? ട്രിവാൻഡ്രം, കൊച്ചി, കാലിക്കറ്റ്. ട്രിവാൻഡ്രത്ത് ജൂലൈ 19, കൊച്ചിയിൽ August 2, കാലിക്കറ്റ് September 4. അത് ബുക്ക് മൈ ഷോയിൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇന്റർവ്യൂ ഔട്ട് ആകുമ്പോൾ സോൾഡ് ഔട്ട് ആവുമെന്ന് അറിയില്ല. ഇപ്പം അത്യാവശ്യം എൻഗേജ്മെന്റ് ഉണ്ട്. സോൾഡ് ഔട്ട് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് മൈ ഷോയിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം. അത് സത്യം പറഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാന്ന് തോന്നുന്നുണ്ട്. പിന്നെ വീഡിയോസ് ഒന്നും നമ്മളെ യൂട്യൂബിലോ അങ്ങനെ മറ്റു പ്ലാറ്റ്ഫോംസിലൊന്നും ഇല്ല. അത് നേരിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. എനിക്ക് പറ്റി കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് വരണം, എങ്ങനെയും. കാരണം ചിലപ്പോൾ ചില ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നമുക്ക് ഇനി കിട്ടിയെന്ന് വരില്ല. അതന്നെ ഈ ലാസ്റ്റ് റൈഡ് എന്ന് പറഞ്ഞ പോലെ ഒരുപാട് പേർക്ക് ആ ടെൻഷൻ ഉണ്ടായിരിക്കും, ഇതെന്നെ ഈ ലാസ്റ്റ് റൈഡ് എന്നുള്ളൊരു സാധനം. ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് നമുക്കൊരു കുഞ്ഞൊരു ഫൺ സെഷൻ, ഫണ്ണെന്ന് പറയാൻ പോലെ ഒറ്റ വാക്കിൽ പറയാം. ഞാൻ ഒരു വാക്ക് ഞാൻ പറയും, അത് അനന്തുവിന്റെ മനസ്സിൽ എന്താണോ ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ. ഒറ്റ വാക്കിൽ പറയാൻ പറ്റാത്താണെങ്കിൽ രണ്ടോ മൂന്നോ വാക്ക് ഉപയോഗിക്കാം, അത് കുഴപ്പമൊന്നുമില്ല. ലവ്, ഇൻഫിനിറ്റി. ലവ് ഈസ് ഓൾ അബൌട്ട് ഇൻഫിനിറ്റി. അതായത് അത് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ, അതെനിക്ക് ഇഷ്ടമാണ് സംസാരിക്കാൻ. നമ്മൾ മരിച്ചാലും മരിക്കാതെ നിൽക്കുന്ന ഒന്ന്, മരണമില്ലാതെ ഈ പറഞ്ഞ പോലെ ഇൻഫിനിറ്റ് ആയിട്ട് എല്ലാ കാലവും നിലനിൽക്കുന്ന ഒരു കാര്യം, ഫോർ എവർ. അതായിരിക്കും. സത്യമല്ലേ? അത് ശരിയായി പറഞ്ഞപ്പോൾ എനിക്കും അത് ഡീപ്പായിട്ട് എനിക്ക് കൊണ്ടു. സക്സസ്, ഞാൻ സക്സസിനെ ഡിഫൈൻ ചെയ്യുന്നത് വേറൊരു ആസ്പെക്റ്റിലാണ്. അത് എനിക്ക് സാധാരണ നമ്മൾ കുറേ പൈസ ഉണ്ടാക്കി കുറേ ഫെയിം ഉണ്ടാക്കി, ഇതല്ല എൻ്റെ സക്സസ്. അതെങ്ങനെ ഉണ്ടാക്കി എന്നതുകൂടെ എൻ്റെ സക്സസിനെ ആസ്പദമാക്കിയിട്ടുള്ള കാര്യമാണ്. അതായത് ഞാൻ സക്സസ്സിലേക്ക് എത്തുന്ന സമയത്ത് ഒരു കാരണവശാലും എൻ്റെ നേരത്തെ പറഞ്ഞ സെൽഫ് റെസ്പെക്റ്റിനെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഹാം ചെയ്യാതെ ഉണ്ടായിട്ടുള്ള സക്സസ് ആയിരിക്കണം. പിന്നെ ഈസി സക്സസ് ആവരുത്, കഷ്ടപ്പെട്ട് പണിയെടുത്ത് സക്സസ് ആയാൽ മതി, അല്ലാതെ ചുമ്മാ സക്സസ് ആവരുത്. അങ്ങനെയുള്ള സക്സസ് ശരിക്കുള്ള സക്സസ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. ടൈം എടുത്തിട്ടായാലും നല്ല വേർത്തൊഴി പണ്ടാരം തുടങ്ങിയിട്ടുള്ള സക്സസ് മതി. എനിക്കിത് കേട്ടപ്പോഴാണ് അനന്തു പറഞ്ഞത് ഓർമ്മ. സക്സസിനെ അധികം സെലിബ്രേറ്റ് ചെയ്യാറില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു അനന്തു ആണ് സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. കാരണം വെറുതെ കിട്ടുന്നൊരു സാധനമില്ല, അത്രയും കഷ്ടപ്പെട്ട് ഇതാക്കുമ്പോഴല്ലേ നമ്മൾ ആഘോഷിക്കുക. വെറുതെ കിട്ടുമ്പോഴല്ലേ, ലോട്ടറി അടിക്കുന്നവരല്ലേ ആഘോഷിക്കുന്നത്. എന്നാലും നമുക്ക് അപ്പോഴല്ലേ ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് അപ്പോഴല്ലേ ഒരു സന്തോഷം കൂടുതൽ. ഗ്രാറ്റിറ്റ്യൂഡ്. ദൈവം, ഗോഡ്. വീണു പോയേക്കാവുന്ന ചില സാഹചര്യങ്ങളിൽ എൻ്റെ തന്നെ ചില തീരുമാനങ്ങൾ ചിലപ്പോൾ എനിക്ക് ദൈവമായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മുടെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകുന്ന ചില ചിന്തകളെ ചില സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ തീരുമാനങ്ങളെ ചിലപ്പോൾ ഞാൻ ദൈവതുല്യമായിട്ട് കാണാറുണ്ട്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഈ മനുഷ്യന്മാരുടെ ലൈഫിനെ എന്താ പറയുക, കൺട്രോൾ ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. റിഗ്രറ്റ്, ചില തീരുമാനങ്ങൾ എടുക്കാൻ ലേറ്റായത്. ലൈഫിൽ എനിക്കിഷ്ടമില്ലാത്തൊരു വേർഡ് ഞാൻ പറയട്ടെ, ഇതൊരു വലിയ അവസരമായിരിക്കും എന്ന് പറയുന്ന ഒരു ടേം എനിക്കിഷ്ടമല്ല. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അവസരങ്ങൾ നമ്മളെ തേടി വരുന്ന അതൊക്കെ ഓക്കെ, അതെല്ലാം ഫൈൻ. പക്ഷേ അറ്റ് ദ എൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് അവർ ഡിസിഷൻസ്.
നമ്മുടെ തീരുമാനങ്ങളാണ്. അത് വേണോ വേണ്ടേ എന്നുള്ളത് വരെ നമ്മുടെ ഡിസിഷൻസാണ്. അപ്പോൾ ഞാൻ ഈ ഒരു തോട്ട് പാറ്റേണിലെത്താൻ കുറച്ച് വൈകി. അതായത് ഒരു പോയിന്റ് വരെ ഞാൻ വിചാരിച്ചിരുന്നത് എല്ലാ ഓപ്പർച്യൂണിറ്റീസും നമ്മൾ എടുത്ത് ചെയ്യണം എന്നുള്ളതായിരുന്നു. ഒരു പോയിന്റിൽ ഞാൻ അതിൽ നിന്ന് റിവേഴ്സ് ചിന്തിച്ചു, ഇല്ല, എല്ലാ ഓപ്പർച്യൂണിറ്റീസും നമുക്കുള്ളതല്ല, നമുക്ക് എടുക്കേണ്ടതുമല്ല. വളരെ സോർട്ട് ചെയ്ത് നമുക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നത് മാത്രം. അങ്ങനെ തീരുമാനിച്ച സമയത്ത് കുറേ കാര്യങ്ങളോട് നോ പറയേണ്ടി വരും. മറ്റുള്ളവരുടെ കണ്ണിൽ വലിയ അവസരങ്ങളെന്ന് തോന്നുന്ന പല കാര്യങ്ങളും വേണ്ടാന്ന് വെക്കേണ്ടി വരും. അങ്ങനെ വേണ്ടാന്ന് വെച്ച് ആ ഒരു സാക്രിഫൈസിങ് മെൻറ്റാലിറ്റി നമുക്കുണ്ടായാൽ ചിലപ്പോൾ സക്സസ്സിനപ്പുറത്തേക്കുള്ളൊരു ഫുൾഫിൽമെൻറ്റ് ചിലപ്പോൾ നമുക്കുണ്ടാവും. അത് ഞാനിപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇൻറ്റ്യൂഷൻ ഇല്ല, ഇൻറ്റ്യൂഷനൊക്കെ അത് ചില സമയത്ത് വിശ്വസിക്കാം, ചില സമയത്ത് അത് എനിക്ക് ചില സമയത്ത് ഇങ്ങനെ ഒരു മാജിക്കൽ ഇൻറ്റ്യൂഷൻസ് ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അതിൽ ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ പരിപാടിയൊന്നുമില്ല. ഓക്കെ. എനിക്ക് തോന്നുന്നു എനിക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ കോൺവെർസേഷൻ. എനിക്ക് ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു കോൺവെർസേഷൻ. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഷോയ്ക്ക് വായോ, നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ.